ഫ്രാൻസിലെ നാഷണൽ റാലി പാർട്ടി നേതാവ് മറൈൻ ലെ പെൻ തട്ടിപ്പ് കേസിൽ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. 4 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതോടെ 2027 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ലെ പെന്നിന് കഴിയില്ല. ജഡ്ജി ശിക്ഷ വായിച്ചു കേൾപ്പിച്ചപ്പോൾ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പാർട്ടിയുടെ നേതാവായ മറൈൻ ലെ പെൻ നാടകീയമായ രീതിയിൽ കോടതി മുറിവിട്ടു. 4 വർഷം തടവും 2 വർഷം നിരീക്ഷണവുമാണ് ശിക്ഷ. 5 വർഷത്തേക്ക് പൊതുപദവികൾ വഹിക്കുന്നതിന് വിലക്കുണ്ട്. 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയാണ് പാരീസ് കോടതി പുറപ്പെടുവിച്ച വിധി അവതാളത്തിലാക്കിയത്. 2004 2016 ഇടയിൽ യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ പെന്നും അവരുടെ പാർട്ടിയും നിയമവിരുദ്ധമായി വകമാറ്റിയതായി കോടതി കണ്ടെത്തി. പാർട്ടി യൂറോപ്യൻ പാർലമെന്റ് ഫണ്ട് ദുരുപയോഗം ചെയ്തതെങ്ങനെയെന്ന് കോടതി വിശദീകരിച്ചു. പൂർണ്ണവിധിക്ക് കാത്തുനിൽക്കാതെ ലെ പെൻ തന്റെ ബാഗെടുത്ത് കോടതിയിൽ നിന്നിറങ്ങി. വിധിക്കെതിരെ അപ്പീൽ നൽകും. നടന്നത് രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന് ലെ പെൻ ആരോപിച്ചു. 2017 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മാക്രോണിനോട് തോറ്റിരുന്നു ലെ പെൻ. നാഷണൽ റാലിയുടെ പ്രസിഡന്റ് ജോർദാൻ ബാർഡെല്ല വിധിയെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഫ്രഞ്ച് ജനാധിപത്യം വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നുവെന്നായിരുന്നു പ്രതികരണം. ലെ പെന്നിന് പിന്തുണയറിയിച്ചുകൊണ്ട് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ജെ ഷുയിഷ് മറൈൻ, ഞാനാണ് മറൈൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള.